ഐ ലീഗ് ഫുട്ബോളിൽ ജയം തേടി ഗോകുലം കേരള FC ഇന്ന് സ്വന്തം തട്ടകത്തിലിറങ്ങും. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ രാത്രി 7-ന് നടക്കുന്ന മത്സരത്തിൽ ഡൽഹി FC ആണ് എതിരാളികൾ. ആ മത്സരത്തിന്റെ വിശേഷങ്ങൾ കൂടി നമുക്ക് പങ്കുവെക്കേണ്ടതുണ്ട്. വിവരങ്ങളുമായി സമീർ സി മുഹമ്മദ് നമുക്കൊപ്പം ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. സമീർ, ഇനി മത്സരം തുടങ്ങാൻ വളരെ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. എത്രത്തോളം പ്രതീക്ഷ, എത്രത്തോളം ആവേശം അവിടെ? രജിത്ത്, വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് മത്സരത്തിനായി ആരാധകർ കാത്തിരിക്കുന്നത്. ഗോകുലം കേരള FC ഡൽഹി FC പോരാട്ടം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം. നമുക്കിപ്പോൾ സ്റ്റേഡിയത്തിന്റെ രണ്ട് ഭാഗങ്ങളിൽ ഗോകുലം കേരള FCയും ഡൽഹി FCയും പരിശീലനം നടത്തുന്നത് കാണാം. അവസാനവട്ട പരിശീലനമാണ്. ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമേ മത്സരത്തിനുള്ളൂ. അതുകൊണ്ട് തന്നെ അവസാനവട്ട പരിശീലനവുമായി ഇരു ടീമുകളും മുന്നോട്ട് പോവുകയാണ്. വളരെ ആവേശകരമായിട്ടുള്ള ഒരു മത്സരമാണ്. ഗോകുലം കേരള FCയെ സംബന്ധിച്ച് ഇത് വളരെ നിർണായകമായിട്ടുള്ള മത്സരമാണ്. ഇനിയുള്ള ഓരോ മത്സരങ്ങളും ഗോകുലത്തിന് നിർണായകമാണ്. കഴിഞ്ഞ 3 മത്സരങ്ങളിൽ അവർക്ക് പരാജയമായിരുന്നു. അതിന് തൊട്ട് മുമ്പ് നടന്ന 2 മത്സരങ്ങളും വലിയ വിജയം നേടിയതിനു ശേഷമാണ് പിന്നീട് അവർ പോയിന്റ് പട്ടികയിൽ പിന്നേക്ക് പോകുന്ന ഒരു കാഴ്ച കണ്ടത്. നിലവിൽ 5 മത്സരങ്ങൾ ജയിക്കുകയും 4 മത്സരങ്ങൾ സമനില പിടിക്കുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ 19 പോയിന്റോടെ പോയിന്റ് പട്ടികയിൽ 7-ാം സ്ഥാനത്താണ് ഗോകുലം കേരള FC ഉള്ളത്. തൊട്ട് എതിരാളികളാവുന്ന ഡൽഹിക്ക് പക്ഷേ ഗോകുലത്തെക്കാളും 11-ാം സ്ഥാനത്താണ് എന്നുള്ളതും ആശ്വാസം നൽകുന്നു. അവർക്ക് ആകെ 10 പോയിന്റ് മാത്രമാണുള്ളത്. മാത്രമല്ല, ഇതേ ടീമുകൾ കഴിഞ്ഞ എവേ മത്സരത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ ഡൽഹിയിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത 5 ഗോളുകൾക്ക് ഗോകുലം കേരള FC ഡൽഹിയെ പരാജയപ്പെടുത്തിയിരുന്നു. അതിൻ്റെ ഒരു ആത്മവിശ്വാസം കൂടി ഗോകുലം കേരള FCക്കുണ്ട്. ഏതായാലും ആവേശകരമായ ഒരു മത്സരത്തിനായുള്ള കാത്തിരിപ്പാണ്. വിജയിക്കാൻ കഴിയും എന്നുള്ള ഒരു ഉറച്ച പ്രതീക്ഷയാണ് ഗോകുലത്തിൻ്റെ ആരാധകർ പങ്കുവെക്കുന്നത്. രജിത്ത്. ശരി, സമീർ സി മുഹമ്മദ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നിന്ന്.